ബ്രഹ്മോസ് പോലെ ലോക പ്രതിരോധത്തിൽ കയ്യൊപ്പ് വയ്ക്കാൻ ഒരുങ്ങുകയാണ് വീണ്ടും ഇന്ത്യയുടെ അഗ്നി മിസൈൽ. ഇന്ത്യയുടെ ഇടത്തരം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-3 വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 6-ന് ഒഡീഷയിലെ ചന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത്. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ മാനദണ്ഡങ്ങളും വിക്ഷേപണത്തിലൂടെ ഉറപ്പുവരുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷണം നടന്നത്. അഗ്നി സീരീസിലെ ഈ മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് കൂടുതൽ കരുത്ത് പകരും. 3000 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ അഗ്നി-3 മിസൈലിന് ശേഷിയുണ്ട്. അഗ്നി-1 700 കിലോമീറ്റർ, അഗ്നി-2 2000 കിലോമീറ്റർ, അഗ്നി-3 3000 കിലോമീറ്റർ, അഗ്നി-4 4000 കിലോമീറ്റർ, അഗ്നി-5 5000 കിലോമീറ്റർ. ഇങ്ങനെയാണ് അഗ്നി സീരീസുകൾ. DRDO വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം പൃഥ്വി മിസൈലുകളുടെ പരിധിയിൽ വരുന്ന 150 മുതൽ 350 കിലോമീറ്റർ ലക്ഷ്യങ്ങളെ തകർക്കാൻ ചുരുങ്ങിയത് 220 കിലോമീറ്റർ ദൂരപരിധിയിൽ അഗ്നി-1 ഉപയോഗിക്കാൻ സാധിക്കും. ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസും 30-300 കിലോമീറ്റർ പരിധിയിലുള്ള അഗ്നി മിസൈലുകളും ചേരുന്നതോടെ 30 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ വരെയുള്ള ഏത് ലക്ഷ്യത്തെയും നേരിടാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ശത്രു രാജ്യങ്ങളിൽ ആണവാക്രമണ ഭീതി ഉണ്ടാക്കും എന്ന ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ പല സൗഹൃദ രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കരസേന ചില മോഡലുകൾ നിരസിച്ചു എങ്കിലും ഇവ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും ഇന്ത്യ തേടുന്നു. ചൈനയുടെ മുക്കും മൂലയും വരെ കടന്നെത്താൻ തക്ക ദൂരപരിധിയുള്ള മിസൈൽ രാജ്യരക്ഷയ്ക്ക് നൽകുന്ന കരുത്ത് ചില്ലറയൊന്നുമല്ല. ചൈനയുടെ വടക്കേറ്റത്തെ പ്രദേശങ്ങൾ മുതൽ ഏഷ്യ വൻകരയുടെ മിക്ക ഭാഗങ്ങളും യൂറോപ്പിലെ പലയിടങ്ങളും ഈ മിസൈലിന്റെ പരിധിയിലാണ്. 1.5 ടൺ ഭാരമുള്ള ആണവ പോർമുന വഹിച്ച് മണിക്കൂറിൽ 29,401 കിലോമീറ്റർ വേഗത്തിൽ പറന്ന് ഈ മേഖലകളിലുള്ള ഏതു പ്രദേശവും നിഷ്പ്രയാസം തകർക്കാൻ അഗ്നി-5 സാധിക്കും. വിവിധ റേഞ്ചുകളിലുള്ള ചൈനയുടെ ഡോങ്ഫെങ് മിസൈലുകൾക്ക് ബദലാണ് ഇന്ത്യയുടെ അഗ്നി മിസൈലുകൾ. 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെയാണ് ഡോങ്ഫെങ്ങിന് ഉള്ള പരിധി. അഗ്നി-5നും 8,000 കിലോമീറ്റർ വരെ പറക്കാം. അഗ്നി-5 പലകുറി വിജയകരമായി പരീക്ഷിച്ചതാണ്. രാത്രികാല പരീക്ഷണവും നടത്തിയിട്ടുണ്ട്. മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുത്തുവിടാൻ കഴിയുന്ന പതിപ്പിന്റെ വികസനം അന്തിമഘട്ടത്തിലാണ്. അധികം വൈകാതെ അതിന്റെ പരീക്ഷണവും നടക്കും. ആണവായുധങ്ങൾ വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-5. 5400 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് ചൈനയുടെ മുഴുവൻ ഭൂപരിധിയും ലക്ഷ്യമിടാനാകും. അരുണാചലിലെ തവാങ്ങിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ രണ്ട് രാജ്യങ്ങളുടെ സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യ വിജയകരമായ അഗ്നി മിസൈൽ പരീക്ഷണം ആദ്യം നടത്തുന്നത്. അഗ്നി-5 മിസൈലുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയും ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിനാണ് ഈ പരീക്ഷണം നടത്തിയത്. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗ് ഉൾപ്പെടെ ചൈനയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളെയും ലക്ഷ്യമിടാനുള്ള ശേഷിയുണ്ട്. 2012-ൽ ആദ്യമ പരീക്ഷണ വിക്ഷേപണം നടത്തിയ അഗ്നി-5 മിസൈലിന്റെ 9ാം പരീക്ഷണവും കഴിഞ്ഞിരുന്നു. അഗ്നി-1ന്റെ ദൂരപരിധി നേരത്തെ പറഞ്ഞതുപോലെ 700 കിലോമീറ്റർ, അഗ്നി-2 2000 കിലോമീറ്റർ, അഗ്നി-3 4 2500 മുതൽ 3000 കിലോമീറ്റർ എന്നീ മിസൈലുകൾ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ 8,000 കിലോമീറ്റർ മുതൽ 16,000 കിലോമീറ്റർ വരെ ദൂരപരിധി പ്രതീക്ഷിക്കുന്ന അഗ്നി-6 പണിപ്പുരയിലാണ്. കടലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന തരത്തിലായിരിക്കും അഗ്നി-6ന്റെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക് കർമാസ്.